റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. വൈറ്റ് ഹാളിലെ സെനോട്ടാഫ് സ്മാരകത്തിന് മുന്നിൽ നടന്ന റിമംബറൻസ് ചടങ്ങിൽ ചാൾസ് രാജാവിന്റെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ 2 മിനിറ്റ് മൗനം പാലിച്ചു. രാജ്ഞി കമില്ല, വെയിൽസിന്റെ രാജകുമാരി കേറ്റ്, രാജകുടുംബാംഗങ്ങൾ, പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ, മുൻ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ, ഋഷി സുനാക് എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്ഞിയും വെയിൽസിന്റെ രാജകുമാരിയും വിദേശകാര്യ ഓഫീസിന്റെ ബാൽക്കണിയിൽ നിന്ന് ചടങ്ങ് നിരീക്ഷിച്ചു. സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത 20ഓളം യുദ്ധവീരന്മാർ ചടങ്ങിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. 101 വയസ്സുള്ള സീഡ് മാച്ചിലടക്കം യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് നിറഞ്ഞ കയ്യടിയോടെയാണ് സ്വീകരണം നൽകിയത്. ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നതിന് പിന്നിൽ അവർ നൽകിയ ത്യാഗമാണെന്ന് 101 വയസ്സുകാരനായ ഡൊണാൾഡ് പൂൾ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പലരും യുദ്ധത്തിൽ വീരമൃത്യു മരിച്ചതായി കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടനിലുടനീളം പള്ളികളിൽ നടക്കുന്ന അക്രമങ്ങളിൽ വർധനവുണ്ടായതായി സർക്കാർ നിയമിച്ച ഇസ്ലാമോഫോബിയ നിരീക്ഷണ ഏജൻസിയായ ബ്രിട്ടീഷ് മുസ്ലിം ട്രസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ജൂലൈ മുതൽ ഒക്ടോബർ വരെ രാജ്യത്താകെ 25 പള്ളികളിൽ 27 അക്രമങ്ങളാണ് നടന്നത്. ഇതിൽ പകുതിയോളം കടുത്ത നാശനഷ്ടം വരുത്തുന്നതായിരുന്നു. ഈസ്റ്റ് സസെക്സിലെ ഒരു പള്ളി തീകൊളുത്തിയതായും മെഴ്സിഡൈസിൽ കുട്ടികളുള്ളപ്പോൾ പള്ളിയിലേക്ക് എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തതും ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെയും ഗ്ലാസ്ഗോയിലെയും പള്ളികളിലെ ജനൽ തകർക്കപ്പെട്ടതും ഈ അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെടുന്നു. അക്രമങ്ങളുടെ 40% ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പതാകകളും ക്രൈസ്റ്റ് ഈസ് ക്വിങ്, ജസ്റ്റ് ഈസ് ക്വിങ് എന്നീ ക്രിസ്ത്യൻ നാഷണലിസ്റ്റ് മുദ്രാവാക്യങ്ങളും ഉപയോഗിച്ചിരുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡ്യൂട്ടിയിലിരിക്കെ ലൈംഗിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട മെട്രോപൊളിറ്റൻ പോലീസിലെ മുൻ ഓഫീസർ ഇമ്രാൻ പട്ടേലിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നു. ബ്രിട്ടനിലെ ഏറ്റവും വലിയ പോലീസ് സേനയായ മെട്രോപൊളിറ്റൻ പോലീസിൽ വർഷങ്ങളായി സ്ത്രീവിരുദ്ധ സംസ്കാരം നിലനിൽക്കുന്നുണ്ടോയെന്ന ആരോപണങ്ങൾക്കിടെയാണ് സംഭവം പുറത്തുവന്നത്. പട്ടേൽ 9 മാസത്തോളം നീണ്ടുനിന്ന പെരുമാറ്റ പ്രശ്നങ്ങളിലെ അന്വേഷണത്തിനിടെ 2024 പോലീസ് സർവീസിൽ നിന്നും രാജിവെച്ചിരുന്നു. 2022 മെയ് മാസത്തിലാണ് പട്ടേൽ ഡ്യൂട്ടിയിലിരിക്കെ സെക്സ് വർക്കേഴ്സിനെയും അഡൽട്ട് വെബ്സൈറ്റുകളെയും സമീപിച്ചെന്ന ആരോപണം ഉയർന്നത്. ഈ സമയത്ത് ലണ്ടൻ മേയർ സാദിഖ് ഖാന്റെ നിർദ്ദേശപ്രകാരം മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ലൂയിസ് കെസി മെട്രോ പോലീസ് വിഭാഗത്തിലെ പെരുമാറ്റ പ്രശ്നങ്ങളെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണത്തിലായിരുന്നു. 2021 സാറെ എവർ ആഡിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മെട്രോ പോലീസുകാരൻ വെയിൻ കസിൻസിന്റെ കേസിനു ശേഷമാണ് ഈ അന്വേഷണം ആരംഭിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. തമ്മനത്ത് കുടിവെള്ള സംഭരണിയുടെ പാളി തകർന്ന് വീടുകളിൽ വെള്ളം കയറി, മതിലുകൾ തകർന്നു, വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. നഗരത്തിൽ ജലവിതരണം മുടങ്ങും. 1.35 കോടി ലിറ്റർ ശേഷിയുള്ള വാട്ടർ അതോറിറ്റിയുടെ ടാങ്കാണ് പുലർച്ചെ 3 മണിയോടെ തകർന്നത്. ടാങ്കിന് പിന്നാലെയുള്ള 10ഓളം വീടുകളിൽ വെള്ളം കയറി, വെള്ളത്തിൽ ഒഴുകിപ്പോയി. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീട്ടുപകരണങ്ങളും നശിച്ചു. കോർപ്പറേഷൻ 45 ഡിവിഷനിലെ ജലസംഭരണിയാണ് തകർന്നത്. ടാങ്കിന് 40 വർഷത്തിലേറെ പഴക്കമുണ്ട്. അപകട സമയം 1.15 കോടി ലിറ്റർ വെള്ളം സംഭരണിയിലുണ്ടായിരുന്നു. 2 ക്യാബിനുള്ള ജലസംഭരണിയായിരുന്നു തമനത്തേത്. സ്വവർഗ പങ്കാളിയോടൊപ്പം ജീവിക്കുവാനായി 6 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭാരതിയും സുമിത്രയും തമ്മിൽ 3 വർഷത്തെ അടുപ്പം. 3ാമത്തെ കുട്ടിയെ പ്രസവിച്ചതിനിടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. രണ്ടുപേർക്കും ഒന്നിച്ചിരിക്കുവാൻ സമയം തികയാതെ വന്നു. ഇരുവരുടെയും ബന്ധത്തിൽ കുട്ടി വിലങ്ങുതടിയാണെന്നും ഇത് കൊലപാതകത്തിലേക്ക് നയിച്ചെന്നും പോലീസ് പറയുന്നു. കുട്ടി മരിച്ച ശേഷം ഭാരതി സന്തോഷവതിയായിരുന്നു. നിരന്തരം ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഭർത്താവിന്റെ സംശയത്തിനു കാരണം. തുടർന്ന് ഭാരതിയുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന്റെ ചുരുൾ അഴിയുന്നത്. അയൽക്കാരിയായ സുമിത്രയോടൊപ്പമുള്ള ഫോട്ടോകളും വീഡിയോകളും ഫോണിൽ കണ്ടെത്തി. മരിച്ച ശേഷം കുട്ടിയുടെ മൃതദേഹത്തിന്റെ ചിത്രമെടുത്ത് പങ്കാളിയായ 22കാരിക്ക് ഭാരതി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. സംശയാസ്പദമായ തരത്തിൽ സന്ദേശങ്ങളും ഭാരതിയുടെ ഫോണിലുണ്ടായിരുന്നു. ഇത് സുരേഷ് ഭാരതിയുമായി സംസാരിച്ചു. ഒടുവിൽ കുട്ടിയെ താനാണ് കൊലപ്പെടുത്തിയെന്നവർ സമ്മതിക്കുകയായിരുന്നു. റെയിൽവേ പോലീസിന്റെ ബ്രൊത്തലൈസർ പരിശോധനയിൽ ട്രെയിനിലെ യാത്രക്കാരന്റെ ശ്വാസോച്ഛ്വാസത്തിൽ അമിത അളവിൽ മദ്യസാന്നിധ്യം. 100 മില്ലി ലിറ്റർ രക്തത്തിൽ 415 മില്ലിഗ്രാം ആൽക്കഹോൾ എന്ന ഫലമാണ് പരിശോധനയിൽ ലഭിച്ചത്. കേസെടുക്കാനുള്ള അളവ് 30 മില്ലിഗ്രാം ആൽക്കഹോളാണ്. പരിശോധന ആരംഭിച്ച ശേഷം സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഈ ഉയർന്ന ഫലം ലഭിക്കുന്നത്. ഇന്നലെ രാവിലെ 10:58 ശബരി എക്സ്പ്രസിൽ വനിതാ പോലീസ് ബ്രൊത്തലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മദ്യലഹരിയിൽ ബോധമില്ലാതെ നിന്നയാളെ പിടികൂടിയത്. വെള്ളം ചേർക്കാതെ മദ്യം കഴിച്ചതാണെന്ന് ഇയാൾ റെയിൽവേ പോലീസിനോട് പറഞ്ഞു. കേസെടുത്ത ശേഷം ഇയാളെ വിട്ടയച്ചെന്നും കേസ് കോടതിയിലേക്ക് കൈമാറുമെന്നും റെയിൽവേ പോലീസ് SI റെജി പി ജോസഫ് അറിയിച്ചു. ഇനി കായിക വാർത്തകൾ. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ താര കൈമാറ്റങ്ങളിലൊന്ന് യാഥാർത്ഥ്യമായെന്ന് സൂചന. രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളി താരവുമായ സഞ്ജു സാംസൺ അടുത്ത സീസൺ മുതൽ ചെന്നൈ സൂപ്പർ കിങ്സിനു വേണ്ടി കളിക്കുമെന്നാണ് റിപ്പോർട്ട്. ചെന്നൈ താരങ്ങളായ രവീന്ദ്ര ജഡേജ, സാം കരൺ എന്നിവർക്ക് പകരമായിട്ടാണ് സഞ്ജു ടീമിലേക്ക് എത്തുന്നതെന്നാണ് വിവരം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ക്രിക്കറ്റ് ലോകത്തെ കറങ്ങുന്ന അഭ്യൂഹമാണ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇരു ഫ്രാഞ്ചൈസികളും ഇതുവരെ ട്രാൻസ്ഫർ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ബന്ധപ്പെട്ടവർ സ്ഥിരീകരിച്ചതായി സ്പോർട്സ് മാധ്യമമായ ESPN ക്രിക്ക് ഇൻഫോ വ്യക്തമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.54 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.